CPM പോലും പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന അവസ്ഥ ദുരന്തമാണ് എന്നാണ്. കേട്ട് ഞാൻ മടുത്തു. ശ്രീ ജോൺ ബ്രിട്ടാസിന്റെ ദീർഘമായ പ്രഭാഷണം മുഴുവൻ ഞാൻ കേട്ടു. നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മാധ്യമപ്രവർത്തകനായിട്ടല്ല CPM പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നാണ്. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ അതല്ല, ഇടതുപക്ഷത്തിന്റെ രാജ്യസഭാ മെമ്പറായിട്ടാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ പ്രഭാഷണമൊക്കെ കൊള്ളാം, കേൾക്കാനൊക്കെ രസമുണ്ട്, നല്ല ഇമ്പവും ഉണ്ടായിരുന്നു, നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ ശ്രീ ബ്രിട്ടാസെ, നിങ്ങളും മത്സരിച്ചായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസിനെ മുഴുവൻ നിങ്ങൾ നന്നാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നിങ്ങൾ നന്നാകാൻ ഉദ്ദേശിക്കുന്നില്ലേ? പഞ്ചാബിൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ജന്മം കൊടുത്ത മണ്ണ. അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്ന് അറിയാമോ? 0.06%. ഉത്തരാഖണ്ഡിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്ന് അറിയാമോ? 0.04%. അവിടെ നിന്ന് UP-യിലേക്ക് എത്തുമ്പോൾ ഈ കോൾഗേറ്റ് പരസ്യം പോലെയാ, പരസ്യവാചകം പോലെയാ. 0.01% കീടാണു എന്ന് പറയുന്നതിന്റെ കൂട്ട് 0.01% കീടാണു എന്ന് പറയുന്നതിന്റെ കൂട്ട് 0.01% മാത്രമാണ് നിങ്ങളുടെ വോട്ട് ഷെയർ. ഇത് വലിയ കുരിശായല്ലോ. അങ്ങനെ ഒരു പാർട്ടിയുടെ പ്രതിനിധി വന്നിരുന്നിട്ടാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനെ പറയുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞു ഈ തിരിച്ചുവരവിന്റെ സൂചനയെ പറ്റിയൊക്കെ പറഞ്ഞു. നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായ സംസ്ഥാനങ്ങൾ തിരിച്ചു വരുന്നതിന് എന്തെങ്കിലും വിദൂരമായ സാധ്യതയെങ്കിലും നിങ്ങൾ നൽകുന്നുണ്ടോ? ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. വെസ്റ്റ് ബംഗാളിൽ 2006 176 സീറ്റ് ഉണ്ടായിരുന്ന സംസ്ഥാനത്തിനകത്ത് ഇപ്പൊ നിങ്ങളുടെ സീറ്റ് എത്രയാ? 0 സീറ്റ്. അങ്ങനെ ഒരു ഗതികേട് കേരളത്തിൽ, ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനകത്ത് കോൺഗ്രസിനില്ല. 34 വർഷം നിങ്ങൾ ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് ഇപ്പൊ നിങ്ങളുടെ സീറ്റ് വട്ടപൂജ്യമാണ്. ഞങ്ങളുടെ കുറച്ച് MLA-മാരും MP-മാരും പോയതിനെ പറ്റി പറയുന്നു. ത്രിപുര ദീർഘകാലം നിങ്ങൾ ഭരിച്ച സംസ്ഥാനം, അവിടുത്തെ വോട്ടിംഗ് ശതമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പാർട്ടിയായിട്ട് തന്നെ 1% പാർട്ടിയായിട്ട് തന്നെ BJP-യിലേക്ക് പോയി. ഇനി നിങ്ങൾ തിരിച്ചുവരവ് നടത്താൻ തീരുമാനിച്ചാൽ കേരളത്തിൽ കുഴിമന്തി വ്യാപാരം തകർന്നു പോകും. കാരണം ബാക്കിയുള്ള സഖാക്കന്മാർ കേരളത്തിൽ വന്ന് കുഴിമന്തി അടിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ഏരിയ തലത്തിലൊക്കെയുള്ള ആളുകൾ. ഇനിയിപ്പോ വല്ല മീൻ കച്ചവടത്തിനും പോകാൻ പോലെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെക്കാൾ പരാജയപ്പെട്ട ഒരാൾ ഞങ്ങളെ ഇങ്ങനെ രൂക്ഷമായി വിമർശിക്കുമ്പോൾ ഞങ്ങളുടെ നേതാവിന്റെ ചിത്രം വെച്ച് ഫ്ലക്സ് അടിച്ച് പിന്നെ പോക്കറ്റിൽ കുത്തുന്ന ബാഡ്ജ് വരെ അടിച്ച് പാർലമെന്റിലേക്ക് ജയിച്ചു വന്നതിന് ശേഷം ഞങ്ങളുടെ നേതാവിനെ ആക്ഷേപിക്കുമ്പോൾ അപ്പൊ അതിനുശേഷം ഞാൻ നിശബ്ദമായി ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആഗ്രഹം ഒരല്പം ദുരാഗ്രഹമായിരിക്കും.